ഇപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള അവശതകളും ഒക്കെ. അപ്പൊ മോക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ള അവരുടെ അടുത്ത്? അങ്ങനെ വെച്ചാൽ നമുക്കിപ്പം വന്നു പോയത് പോയി, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പം എന്തായാലും നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയത്തുമില്ല, നമുക്കൊന്നും നേടാനും പറ്റില്ല. അപ്പം പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പിന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ തന്നെ. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ ഒത്തിരി പേര് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. മടിക്കേണ്ട, എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ നെഗറ്റീവ് വരും, അത് നമ്മളും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനേക്കാൾ ഇരട്ടി സപ്പോർട്ടാണ് നമുക്ക്, പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടുന്നത്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഒരു മടിയില്ല വീഡിയോസ് ഇടാനായാലും. പിന്നെ ഇടയ്ക്ക് ഈ എക്സാമിൻ്റെ കാര്യങ്ങളും തിരക്കൊക്കെ വരുമ്പോഴാണ് ഞങ്ങളൊന്ന് സ്റ്റോപ്പായി പോകുന്നത്. അല്ലാതെ എന്നാണ്, കാരണം ഇപ്പം നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകത്തേ ഉള്ളൂ. എനിക്ക് തന്നെയാണ് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഭയങ്കര സഹതാപമാണ് ചില ആൾക്കാർക്ക്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയേണ്ട ഒരു കാര്യമില്ല. എന്താണ് ചെയ്യാൻ പറ്റുക അതാണ് നോക്കേണ്ടത്. നമ്മളെല്ലാരെയും പോലെ തന്നെയാണ് അല്ലേ? സഹതാപം ഒന്നും ആരുടെയും വേണ്ട. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. സഹതാപം വേണ്ട. സന്ധ്യ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് കൊറോണ ടൈമിൽ ചെയ്തതാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ്. ഇതൊക്കെ 8 മണിക്കൂർ എടുത്ത്. എന്തൊക്കെയാ വിശേഷം? 1.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് സന്ധ്യ. സന്ധ്യയുടെ ഫുൾ നെയിം എങ്ങനെയാ? സന്ധ്യ ആർ.എസ്. സന്ധ്യ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്. കാരണം നന്നായി പടം വരയ്ക്കും, ആൾ പഠിക്കും, ആളുടേതായിട്ടുള്ള കുറച്ച് ഡിസബിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നിട്ട് ജീവിതം കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ചെറിയ പ്രശ്നങ്ങളുള്ളവർ പോലും എത്ര നിരാശയോടുകൂടി ജീവിതത്തെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളിടത്താണ് സന്ധ്യയുടെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇന്നത്തെ +2ൻ്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. മലയാള പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സന്ധ്യയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സന്ധ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. കാരണം +2 ഒക്കെ കഴിഞ്ഞ് ഇനി മറ്റൊരിടത്ത് വേറെ എന്തെങ്കിലും നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു തൊഴിലിനൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. അപ്പോൾ ഇവളുടെ ഈ ചിത്രം വരെയും അല്ലെങ്കിൽ ഇവളുടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടൊക്കെ ഇനി മുന്നോട്ടേക്ക് ജീവിക്കണം. അപ്പോൾ ഈ വീട് വെച്ചത് പോലും ഇതും ഒരു സ്വപ്നം അല്ലേ? സ്വപ്നം ഇന്നലെയാണ് പൂർത്തീകരിച്ചത്. ഇന്നലെയായിരുന്നു വീടിൻ്റെ പാലുകാച്ച്. നമ്മൾ വീഡിയോയിൽ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. ഷാലു പേയാട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറായിട്ടുള്ള അദ്ദേഹം നമ്മുടെ സുറുണി അമ്മച്ചിയുടെ ചായക്കട വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് അറിയാം, വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒന്നുമില്ലാതെ കിടന്നോടത്ത് ഇതുപോലെ ചോരാതെ മഴ നനയാതെ കയറി കിടക്കാൻ ഒരു വീടുണ്ടായത്. അതൊരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇനിയും ഇവിടെ അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി പ്രശ്നമാണ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് സന്ധ്യയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ പേര് സന്ധ്യ. എനിക്കൊരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട്, എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്കൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മോൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പം വരയും, പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണ് ചാനലിലെ കണ്ടൻ്റായിട്ടൊക്കെ ഇടുന്നത്. എൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ഇടുന്നത്. ഇന്നിപ്പോ പരീക്ഷയുള്ള ദിവസമാണ് അല്ലേ? സെക്കൻഡ് ലാംഗ്വേജ്. +2 ആണ്. +2 ആണ് പഠിക്കുന്നത്. എങ്ങനെയാ പോവാ സ്കൂളിലേക്ക്? ഞാൻ ഓട്ടോയിലാണ് പോകുന്നതും തിരിച്ച് വരുന്നതും ഒക്കെ ഓട്ടോയിലാണ്. കുറച്ച് ദൂരമുണ്ട് സ്കൂളിന്, അപ്പം അങ്ങനെ പോവാൻ പറ്റും. സ്കൂൾ ബസ്സിൽ അങ്ങനെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടോയിലാണ്. ഈ വീൽ ചെയർ ഒക്കെ ക്ലാസ് റൂമിലേക്ക് കയറുന്ന രീതിയിലാണോ? അതാണ്. പക്ഷേ ഇത് വീട്ടിൽ തന്നെ വെക്കും, കാരണം അത്രയും ഓട്ടോയിൽ ഇത് കയറത്തില്ല, പറ്റൂല. അപ്പോൾ അവിടെ ഒരു ചെറിയ നോർമൽ വീൽ ചെയർ ഉണ്ട്, അതിൽ അവർ ഹെൽപ്പ് ചെയ്യും സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ. കൂട്ടുകാർ ഹെൽപ്പ് ചെയ്യും. അവർ തന്നെയാണ് എന്നെ എടുക്കുന്നതൊക്കെ. വൈകുന്നേരം എടുത്ത് ഓട്ടോയിലൊക്കെ ആക്കി തരുന്നതെല്ലാം അവർ തന്നെയാണ്. രാവിലെ അമ്മ കൊണ്ടാക്കി തരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ഇന്നൊരു വലിയൊരു സന്തോഷം ഇന്നലെ നടന്നിട്ടുണ്ടല്ലേ? വീട് എന്നുള്ളൊരു സ്വപ്നം. ഇന്നലെയായിരുന്നു പാലുകാച്ചല്. അതെ, ഇന്നലെയായിരുന്നു പാലുകാച്ചല്. വലിയ സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അതും സന്ധ്യക്ക് കയറാൻ കണക്കാക്കിയൊക്കെ അതങ്ങനെ ആയപ്പോൾ എനിക്ക് ഇഷ്ടത്തിന് ഇറങ്ങാനും കയറാനും എല്ലാം പറ്റുന്നുണ്ടായിരുന്നു. 2-3 വട്ടം ഇറങ്ങി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ലായിരുന്നു. കയറാനായാലും ആ പടിയുടെ ആ ബുദ്ധിമുട്ട് അങ്ങ് മാറി. നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ കുറച്ച് പടം ഒക്കെ വരച്ചതൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. നമുക്ക് ആളുകളെ കാണിച്ചു കൊടുക്കാം. സന്ധ്യ വരച്ച ചിത്രങ്ങളുടെ ഇതാണ് കൂടുതലായിട്ടും പങ്കുവെക്കാം. അത് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സന്ധ്യ മോട്ടിവേഷൻ ആയിപ്പോ.
അതെ. ഇത് കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ചെറിയ അസുഖങ്ങൾ പോലും വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ സന്ധ്യനെ പോലെ ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ? അതിനകത്ത് ഭയങ്കര പ്രൗഡല്ലേ? നമ്മളെല്ലാവരും ഭയങ്കര പ്രൗഡായിട്ടിരിക്കുകയാണ്. കൂടുതലും പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. ഞാൻ പഠിക്കുന്നുണ്ട് ഡ്രോയിങ്. ഇവിടെ അടുത്ത് തന്നെ NK സുനു എന്നൊരു സാറാണ് എന്നെ ഡ്രോയിങ് പഠിപ്പിക്കുന്നത്. ഏകദേശം ഒരു 6-7 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോൾ ഒന്ന് ബ്രേക്കായി, പിന്നെ അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറേ ഇതായി ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട്. വേറെ എന്തൊക്കെയാ ഇഷ്ടം? വേറെ എനിക്ക് ഇത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഇപ്പം ഗ്രാഫിക് ഡിസൈൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് അതിൻ്റെ ഡിജിറ്റൽ ഡിസൈനിങ് ഒക്കെ താല്പര്യമുണ്ട്. അത് ഇനി മുന്നോട്ട് അതാണ് പഠിക്കാനും ഇഷ്ടം. അപ്പം അതൊന്ന് ശ്രമിക്കുന്നുണ്ട്. അതിന് +2 കഴിഞ്ഞിട്ട് ഇനി അതാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നീ BFA എടുക്കും. അതിൻ്റെ അതിന് അഡ്മിഷൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അത് നോക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ആനിമേഷൻ്റെ ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട് ആഗ്രഹം. പക്ഷെ എല്ലാം ഇത്തിരി ദൂരമാണ്. ഇവിടെ അടുത്തൊന്നും അടുത്ത് ഇല്ല, എല്ലാം കുറച്ച് ദൂരമുണ്ട്. ദൂരെ മീൻസ് തിരുവനന്തപുരം സിറ്റിക്ക് ഇവിടെ തന്നെയാണ്, പക്ഷെ പോണെങ്കിൽ ഓട്ടോയിലേ പോവാൻ പറ്റും. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിലാണ് നോക്കുന്നത്. എന്തായാലും ഏതാണ് നോക്കിയിട്ട് ഇതാണ് താല്പര്യം. ഇനി മുന്നോട്ട് പഠിക്കാനും അത് തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. ഈ എപ്പോഴാണ് ഇതൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നത്? എത്ര പ്രായത്തിലൊക്കെ? അങ്ങനെ വെച്ചാൽ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ തന്നെ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ അധികം പുറത്തിറങ്ങൂലായിരുന്നു. അന്ന് ചെറുതായിട്ട് ഇറങ്ങും എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ പോവും, എഴഞ്ഞൊക്കെ പോവും. എന്നാലും കൂടുതലും വീട്ടിൽ തന്നെയായിരുന്നു. ആ ടൈമിലൊക്കെയാണ് ഇതുപോലെ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ ഭയങ്കര ഇഷ്ടമായി. ചെറിയ ചെറിയ ഡിസൈൻ അതങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പോയി. പിന്നെ അങ്ങനെ 5ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് 4 വരെയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാഴമുട്ടത്ത് ഒരു സ്കൂളുണ്ട്, ഗവൺമെൻറ് ഹൈസ്കൂൾ വാഴമുട്ട സ്കൂളിലാണ് ഞാൻ 5 തൊട്ട് 10 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതുപോലെ സാറ് ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്, കൊണ്ടുപോയാൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പം സാറ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും നാളായിട്ട് പിന്നെ അങ്ങ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇത് എഴുതാനും നമുക്ക് പറ്റുമല്ലോ? എക്സാം ഞാൻ തന്നെയാണ് എഴുതുന്നത്. +1 +2 ഒക്കെ എക്സാം ഞാൻ തന്നെയാണ് എഴുതുന്നത്. കാരണം എനിക്ക് അതാണ് താല്പര്യം വരുന്നത്. വേറൊരാൾ സ്ക്രൈബിന് വെക്കണേക്കായും സ്ക്രൈബ് 10 വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തന്നെയായിരുന്നു താല്പര്യം. പിന്നെ അന്നൊരു ചെറിയൊരു കാരണം കൊണ്ട് ഞാൻ വേറൊരു കുട്ടി എഴുതി തന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം ഞാൻ തന്നെയാണ്. അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. സന്ധ്യ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് കൊറോണ ടൈമിൽ ചെയ്തതാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ്. ഇതൊക്കെ 8 മണിക്കൂർ എടുത്ത് ഒറ്റ ദിവസം കൊണ്ട്. അത്രയും നേരം കണ്ടിന്യൂസ് ഇരിക്കും? അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പറ്റില്ല, ആ ടൈമിൽ പറ്റും. ആ ഒരു ഇതായിരുന്നു. കാരണം മഴയുടെ ഇതൊക്കെ ചോർന്ന് ആകപ്പാടെ റൂം ഒരു ഇതായിരുന്നു. അപ്പൊ പിന്നെ ആയപ്പോ പിന്നെ എനിക്കൊരു മടിയായി. കാരണം വരുമ്പോൾ അവർക്കൊരു ഇതായാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പോ എല്ലാരും ഹാളിൽ തന്നെ. ചേട്ടൻ വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ചേട്ടനാണ് അകത്തൊക്കെ കയറി നോക്കി പിന്നെ വീഡിയോസ് ഒക്കെ എടുത്ത് എല്ലാത്തിനും. കാരണം ചേച്ചിയാണ് കോണ്ടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്രത്തോളം ആക്കിയതും ചേച്ചി തന്നെയാണ്. ചേട്ടനെ വിളിച്ചതെല്ലാം അതില് ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ ആക്കിയെടുത്തത്. ചേച്ചിയുടെ കഴിവ് കൊണ്ടാണ് ആ ചാനൽ അത്രയും ആയത്. ഞാൻ എത്ര ഫോളോവേഴ്സ് ഒക്കെ? ഇപ്പൊ 1,60,000 കഴിഞ്ഞു. പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി. അതുണ്ട്. അതൊക്കെ ഇനി ഇവിടെ കൊണ്ട് തൂക്കണം. അതാണ് എൻ്റെ ഒരു സ്വപ്നം. കാരണം ആ സമയം ഞങ്ങൾ നേരത്തെ താമസിച്ചപ്പോ ഇവിടെ ആണിയൊക്കെ വെക്കാൻ പറ്റുന്നില്ല. ഉണ്ട്, വീട്ടിലുണ്ട്. മോണിറ്റൈസേഷൻ ആയല്ലോ അല്ലേ? അതായി. പക്ഷെ ചേച്ചി അങ്ങനെ കിട്ടുന്നില്ല. കാരണം അതിന് ചെറിയൊരു കുഴപ്പം നമുക്കും ഉണ്ട്. കാരണം കണ്ടന്റ് ഡെയിലി ഇടൂല. ഒരു സമയത്ത് ഡെയിലി ഇടുവായിരുന്നു. പിന്നെ ഡെയിലി ഇട്ടില്ല. ആഴ്ചയിൽ 2 എണ്ണം ഒക്കെ പോകാൻ പറ്റുമോ? പരീക്ഷ ഇപ്പൊ കഴിയുമല്ലോ. പരീക്ഷ കഴിയുമ്പോ ഒരു 2 ആഴ്ചത്തെ ഇതുകൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കഴിയും, ഇടാൻ പറ്റും. ഇനിയൊക്കെ അങ്ങോട്ട് ഇടാൻ പറ്റും. എനിക്ക് അത് തന്നെ ഇവിടെ കൂടി ഒന്നും സെറ്റ് ആകാൻ പറ്റത് എങ്ങനെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പുറത്തിറങ്ങി ഒന്നീ പുറത്തിരിക്കണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കാം. ഇപ്പൊ അതിനുള്ള സംവിധാനം ഇപ്പൊ ഇനി ഇത് ഇലക്ട്രിക്കിന്റെ. ഇന്നലെ ഒരു ദിവസം വീട് പുറത്തെല്ലാം കൊണ്ടുപോകാം. അധികം ദൂരത്ത് പോയില്ലെന്നേ ഉള്ളൂ, ചാർജ് നിൽക്കൂല. ഈ അടുത്തൊക്കെ പോവാം, അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഒരു ദിവസം ഇത് ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് എല്ലായിടവും കയറി ഇറങ്ങി നടന്നു വീടിന്റെ ഉള്ളില്. അതും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കിട്ടിയപ്പം അവിടുത്തെ വീട്ടിലും നല്ല സൗകര്യമുണ്ട്. അതായത് എല്ലായിടവും കയറാനും എടുത്ത വീട്ടില് നല്ല ഇതുണ്ട്. പിന്നെ വഴിയുടേത് അവിടെയും വഴിയുണ്ട്, പക്ഷെ എന്നാലും എടുക്കണം ഒരാൾ തന്നെ. ഇവിടെയും എടുത്ത് കയറ്റണം അല്ലെ? ഓട്ടോയിലും അങ്ങനെയൊക്കെ കയറുമ്പോ ഒരാളെയും കൂടി. വഴി ഇവിടെ ഇനിയിപ്പം ഇത്തിരി കൂടി നല്ല കട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീൽ ചെയറിൽ എടുത്തിരുത്തി
കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ വഴിയുടേതാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വഴി നമുക്ക് ശരിയാവും, ഇതുവരെ അല്ലേ അത് ശരിയായില്ലേ? തന്നെ വഴിയും കൂടെ നമുക്ക് ശരിയാക്കി സങ്കടം അതല്ലേ ചേച്ചി. ഒരു 7 വർഷമായി നമ്മൾ, ഏകദേശം 7 വർഷം ആവാറായി നമ്മൾ ഈ വഴിയുടെ കാര്യം പറഞ്ഞ് നടക്കുക. കാണാൻ ഇനി ഒരാൾ ബാക്കിയില്ല, എല്ലാവരെയും കണ്ടു വഴിയുടെ കാര്യത്തിന്. ലാസ്റ്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും എത്തി ഈ പരാതി. പക്ഷെ അതിന് ഇൻക്വസ്റ്റ് ആയിട്ട് ആള് വന്നു. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു അമ്മയ്ക്ക് സർക്കാർ ജോലിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യില്ലല്ലോ, സർക്കാരിന് അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യില്ലല്ലോ. സർക്കാർ ജോലിയൊന്നും അല്ല, ആള് ഡെയിലി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എവിടെയാണ് അമ്മ വർക്ക്? അമ്മ ഇവിടെ സ്റ്റാച്യൂല് ഈ ഓട്ടോ ടാക്സി, അവർക്ക് ക്ഷേമനിധി ഉണ്ടല്ലോ, അവരുടെ ഓഫീസിലാണ്. ഗവൺമെന്റ് ജോലിയല്ല, ഗവൺമെന്റ് ജോലിയല്ല, ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും പറഞ്ഞ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ഒരു റിപ്പോർട്ട് പോയി. പിന്നെ അത് അവിടെ സ്റ്റോപ്പായി പോയി. പിന്നെ എല്ലാ രീതിയിലും കൊടുത്തു. ഞങ്ങളുടെ കമ്മീഷൻ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റൂല. ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും പെർമിഷൻ എടുക്കണോ ഈ വഴി ശരിയാക്കാൻ? സ്ഥലത്തിന്റെ ആൾക്കാർ. അത് നിങ്ങൾക്കുള്ള വഴിയല്ല. അല്ലല്ല, ഞങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ ചുറ്റി ഒരാൾക്ക് പോലും തികച്ച് നടക്കാൻ പറ്റാത്തൊരു വഴിയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എന്നെ എടുക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യം. ഇപ്പൊ ഇതുവരെയും എടുത്തൊക്കെ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനിയൊക്കെ അങ്ങോട്ട് പാടാണ്. സാരല്ല, ഇതുവരെ എത്തിച്ചില്ലേ നമുക്ക്. എന്നെ ഞാനും വിചാരിച്ചു. പിന്നെ ഇത്രയും ഈ വീടിന്റെ കാര്യത്തിലും ടെൻഷൻ തന്നെയായിരുന്നു. കാരണം എപ്പോഴും ഞാനാണ് വീട്ടിൽ കാണുന്നത്. സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടിഞ്ഞു വന്ന് എണീറ്റ് മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അമ്മയ്ക്കും അതായിരുന്നു ടെൻഷനൊക്കെ. മഴ വരുമ്പോ അമ്മയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്നുവെച്ചാൽ ഇവരെ കൊണ്ടുവന്ന് എന്നെ അപ്പം എടുക്കും. അമ്മാമ്മയെ കൊണ്ടൊന്നും അങ്ങനെ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ഒരിക്കൽ ശരീരത്ത് വന്ന് ഇത് ഇടിഞ്ഞങ്ങ് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പേടിയായിരുന്നു. ആ സമയത്താണ് ശരചേട്ടൻ വരുന്നതും. പിന്നെ എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പേര് വന്ന് പറഞ്ഞു, എല്ലാം ചെയ്തു. കാരണം പറയുന്നത് ഓരോരുത്തർ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ അവർ നാളെ കൊണ്ട് തരും എന്നുള്ള രീതിയിൽ. ശരചേട്ടൻ വന്ന് എല്ലാ രീതിയിലും ചെയ്ത് അന്നോട്ട് ഇന്ന് വരെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ഷോപ്പ് ഉദ്ഘാടനം വരെ ചെയ്യാൻ പറ്റി. അതൊന്നും പ്രതീക്ഷിച്ചതേ അല്ല. ചാനലൊക്കെ തുടങ്ങിയത് എൻ്റെ അടുത്ത് എല്ലാവരും കളിക്ക് പറയുമായിരുന്നു. പക്ഷെ മനസ്സിലതുപോലെ ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യം പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ വരും ഒരുപാട് ആളുകൾ. രണ്ടാമത് അത് ചേട്ടന് കിട്ടിയ ഒരു അവസരമാണ് എനിക്ക് തന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് അതൊക്കെ ആയില്ലേ പോയില്ലേ എന്നൊക്കെ. ഭയങ്കര സന്തോഷം. ഇന്നലെയും വന്നപ്പോഴെല്ലാവർക്കും ഈ റൂമൊക്കെ ഭയങ്കര ഇഷ്ടമായി. റൂം തന്നെയാണ് എല്ലാവരും വന്ന് പറയുകയും ചെയ്തത്. നല്ല രസമുണ്ട്, കൊള്ളാം എന്നൊക്കെ. ഇനി വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ. ഇനി അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ കോഴ്സിന്റെ അങ്ങ് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും കോഴ്സിന് പോകുമ്പോൾ ഇത്രയും തിരക്ക് വരൂല. ഇപ്പൊ ആനിമേഷൻ ഒക്കെ പഠിക്കുകയാണെങ്കിലും ഇതുപോലത്തെ ഇങ്ങനത്തെ കോഴ്സുകളല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിന് ഓൺലൈൻ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റം മേടിച്ച് വെച്ച് കൊടുത്താൽ ലാപ്ടോപ്പ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിനുള്ള നമുക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പറ്റും. ഓൺലൈനിൽ നോക്കി. പക്ഷെ അവര് പറയുന്നത് പോയി തന്നെ ചെയ്യണം. അല്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ കാണും. നമുക്കൊന്ന് അന്വേഷിച്ച്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ആവണമെന്നില്ലല്ലോ, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനത്തെ കോഴ്സുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനുള്ള സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാനും ഓൺലൈനായിട്ട് കൊറോണ ടൈമിലൊക്കെ അങ്ങനെയും ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമായില്ലേ? ദൂരോട്ടൊന്നും പോവുകയും വേണ്ട. എങ്കിൽ ഒരു സഹായമായി. കാരണം ഇവിടെ ഞാൻ ശ്രമിച്ചു. ഇവിടെ ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ടെക്നോ പാർക്കിൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫിക് ഡിസൈൻ ഞാൻ പഠിച്ചു. 1 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഐവിക്ക് പോയപ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ഒന്നും ഓൺലൈനായിട്ട് അവർ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. പോയാൽ പഠിപ്പിക്കും. 2.5 ലക്ഷം രൂപ നമ്മൾ അവിടെ അടയ്ക്കണം ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും എന്തായാലും ഇതൊന്ന് കഴിയട്ടെ. വീടും എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്തെങ്കിലും ഒരു കോഴ്സ് നമുക്ക് ചേരാൻ എന്തായാലും ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്ത്, കാരണം സ്റ്റോപ്പ് ചെയ്യില്ല. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് BA എന്തെങ്കിലും ചെയ്യണം. ഒരു ഡിഗ്രി ചെയ്യണമല്ലോ നമുക്ക്. അപ്പം അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിന് എന്തെങ്കിലും നോക്കണം. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നായാലും വർക്ക് ചെയ്യാമല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അമ്മയ്ക്ക് 15,000 രൂപ ശമ്പളമുള്ളൂ. അതിൽ എല്ലാ ദിവസവും ആൾ ഓടിയാലാണ് അത്രയും കിട്ടുന്നത്. പിന്നെ അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ അത്രയും കൊടുക്കാനൊന്നും പറ്റില്ല. അത് സങ്കടം അത് തന്നെയായിരുന്നു. ദൂരത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്ങനെ പോവും. പക്ഷെ അവര് സഹായിച്ചു. അവര് തന്നെ എല്ലാ ദിവസവും വിട്ട് തരുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് വയ്യാതൊക്കെ എന്തെങ്കിലും പറ്റി വരുന്നെങ്കിലും ഓട്ടോ വിട്ട് തരും. വല്ലപ്പോഴും മാത്രമാണ് നമ്മളായിട്ട് ഓട്ടോ പിടിക്കേണ്ടി വരും. അല്ല, ഗ്രാഫിക് ഡിസൈൻ ശനി ഞായറും പോണേന് നമ്മൾ തന്നെ കൊടുത്തു.
എന്നുവെച്ചാൽ പൈസ എങ്ങനെയെങ്കിലും ആവട്ടെ, അതൊരു കോഴ്സ് ഇരിക്കുമല്ലോ, ഒരു ഡിപ്ലോമ കോഴ്സായിരുന്നു അത്, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാണ് അന്ന് അത് പഠിക്കാൻ പോയത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തു, എക്സാമും എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാൽ മതി. അതായത് കൊച്ചിന് കിട്ടിയിട്ടുള്ള പ്ലേ ബട്ടണാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങൾ ഇത് കാണിച്ചു തരുവാണ്. പ്ലേ ബട്ടണൊക്കെ കിട്ടി, അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ആൾ +2 പഠിക്കുകയാണല്ലോ, അറിയാമല്ലോ, സ്വാഭാവികമായി ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് യാത്രയും എല്ലാം, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അവൾ +2 എക്സാം കഴിഞ്ഞപ്പോൾ ഇനി ഫുൾ ടൈമായിട്ട് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ ഇറങ്ങുവാണ്. വേറൊരാളെയും ആശ്രയിക്കാതെ ഒരു ജോലി കിട്ടുന്നത് വരെ കൊച്ചിനൊരു വരുമാനം. അപ്പോൾ അതിനു വേണ്ടിയാണ് ചാനലിനെ നമ്മളിപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ കൊച്ചിടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണും, അതൊന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് ചാനലിലേക്ക് ഒരു വരുമാനം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഓരോ ഓട്ടോ പിടിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വരാൻ 600 രൂപ ഒരു ദിവസം വേണം. അപ്പോൾ മിനിമം അവളുടെ വണ്ടിക്കാശിനുള്ള പൈസയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയാ വിശേഷം? 1.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്. ആണല്ലേ? സന്ധ്യ അല്ല, പ്രഭാതമാണ് അല്ലേ? അതെ. ഇതിന്റെ സ്പോൺസർ താങ്ക് യു സാർ. കാരണം വലിയൊരു സഹായമാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പുറത്ത് പോയി എല്ലാ കാര്യത്തിനും കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. എത്ര വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം. ഇവിടെ പുറത്ത് ഇറങ്ങണ്ടല്ലോ, അത് വലിയ സന്തോഷം. താങ്ക് യു. ഇതെങ്ങനെ വരച്ചു? വരയ്ക്കാറുണ്ട്, അങ്ങനെ വരയ്ക്കാനും പഠിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം വരെയാണ്. മോഹൻലാൽ അങ്ങനെ ഒരുപാട് പേർക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിന് നേരിട്ട് ഒന്ന് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ സന്തോഷം. എനിക്ക് വലിയ സന്തോഷം. സാറ് വന്നല്ലോ, വിചാരിച്ചില്ല വരുമെന്ന്. അത് വലിയ സന്തോഷമായി. അതിൽ ഇതുപോലെ ചെയ്തു തന്നപ്പം, കാരണം എന്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷം. നമ്മുടെ ലോകം, ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഒരു റൂമിനുള്ളിലാണ്. അപ്പം ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ഹാപ്പിയാണ്. വലിയൊരു ആവശ്യമാണ് ഇപ്പൊ നടത്തുന്നത്. ഇത് വരച്ചതെല്ലാം നമ്മുടെ ഇത് സിനിമയിൽ ആർട്ട് ഡയറക്ടറാണ്. ഇത് ഉണ്ണിയാണ് മെയിൻ വരയൻ ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. വീട്ടിൽ വെക്കാം കേട്ടോ. ശരി മോളെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ സന്ധ്യ നല്ല പടമൊക്കെ വരച്ചു തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഒരാൾക്കൊരു സമ്മാനം കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അങ്ങനത്തെ കുഞ്ഞു എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കണം, അത് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ അതേപോലെ നല്ല ഭംഗിയായിട്ട് ഈ കുട്ടി വരച്ചു തരും. അപ്പോൾ അവൾക്കതൊരു ചെറിയ വരുമാനവും കൂടിയാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നമ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതൊരു സഹായം കൂടെ ചെയ്തു കൊടുക്കുക.